ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി 2030-31 നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ 2026 വന്നിരുന്ന ക്രാഷ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കൊക്കെ താഴ്ത്തി വരുന്നുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോ ലോസിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടിയ ലാഭങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഡെയിലി നോക്കുമ്പോൾ 20,000-30,000 പോകുന്നുണ്ട്. പക്ഷേ നമ്മളിത് 5-6 കൊല്ലം കഴിഞ്ഞ് 2030 തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ പറയുമോ ഈ സ്റ്റോക്കൊക്കെ ഈ റേറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വാങ്ങാമായിരുന്നു, എക്യുമെൻ്റ് ചെയ്യാമായിരുന്നു, ആവറേജ് ചെയ്യാമായിരുന്നു, ഒന്നും ചെയ്തില്ല, ഇനിയും താഴോട്ട് പോകുന്നു പേടിച്ച് വാങ്ങിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. 2020 കൊറോണ സമയത്തും ആരും വാങ്ങിയിട്ടില്ല. ഒരുപാട് ക്രൈസിസ് വന്നു. 2018 ക്രൈസിസ് ആരും വാങ്ങിയിട്ടില്ല. സോ സ്റ്റോക്ക് മാർക്കറ്റേ ഇല്ലാണ്ടായി പോകുന്ന പ്രശ്നം വരുന്നില്ല. സംടൈംസ് ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഇന്ത്യൻ റുപ്പി ഡിപ്രിസിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി പോവുകയാണെങ്കിൽ, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം 85% ഇന്ത്യൻ ആവശ്യത്തിനുള്ള പെട്രോൾ, ഡീസലൊക്കെ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. സോ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. സോ അത് എന്തായാലും ഡെഫിനറ്റായിട്ടും ഇന്ത്യനെ ബാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ യുദ്ധം, ഇറാൻ്റെ അഗെയിൻസ്റ്റ് ഉള്ള അമേരിക്കൻ്റെ യുദ്ധം, അവർ പറയുന്ന ഒരു കാര്യങ്ങളും ഇത് യാതൊരു വിധത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അവരൊന്ന് പറയുന്നു, വേറെ ചെയ്യുന്നു. അവർ പറയുന്നത് എന്താണോ ഇറാന് മേലെ അറ്റാക്ക് ചെയ്യാനുള്ള റീസൺസ്, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവർ മനസ്സിലുള്ള അതേ ആയിരിക്കില്ല. ഇതിലൊരു ഭാഗം സംടൈംസ് ഇന്ത്യയുമായുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ നശിപ്പിക്കാനുള്ള ഒരു എയിമും കൂടെ ആയിരിക്കാം. പുറത്ത് പറയുന്നത് ഇറാൻ്റെ അവിടെ ടെററിസ്റ്റ് ഉണ്ട്, അറ്റാക്ക് ചെയ്യണം, ന്യൂക്ലിയർ പവർ ഉണ്ട്. ന്യൂക്ലിയർ പവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇറാനല്ലേ അറ്റാക്ക് ചെയ്യണ്ടേ? ന്യൂക്ലിയർ പവറുള്ള പല രാജ്യങ്ങളും വേറെ ഉണ്ടല്ലോ. പാകിസ്ഥാനിൽ ന്യൂക്ലിയർ പവർ ഇല്ലേ? വേറെ രാജ്യങ്ങളിലില്ലേ? പിന്നെ അവരെടുത്തൊന്നും സൗത്ത് കൊറിയൻ്റെ അടുത്തില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഇറാനിലെടുത്ത് വന്നത്? രണ്ട് റീസൺ. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിലിൻ്റെ ശേഖരമുണ്ട്, അത് കൈക്കലാക്കാൻ വെനിസുല കൈക്കലാക്കി. അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ അടുത്തുള്ള എണ്ണ ശേഖരം കൈക്കലാക്കി കഴിഞ്ഞാൽ ഇതും കൂടെ ഇറാൻ്റെയും കൂടെ വന്നു കഴിഞ്ഞാൽ 40% USA കയ്യിലാവും ക്രൂഡ് ഓയിൽ. സോ അവർക്ക് സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 100 മേലെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു 1 or 2 ഇയേഴ്സിനുള്ളിൽ തന്നെ അവർ കംപ്ലീറ്റ് കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഇതൊരു എയിം. അതിന് കൂടെ തന്നെ സൈമിൾട്ടേനിയസ്ലുള്ള മറ്റൊരു എയിം ആയിരിക്കാം ഇന്ത്യനെയും ചൈനയെയും തകർക്കാനുള്ളത്. അതിന് ഇല്ല എന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വ്യക്തമായ ഒരു കാര്യമാണ് ഇത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഇന്ത്യൻ GDP ഗ്രോത്ത് നശിച്ചു പോകും. ചൈനയെ സംബന്ധിച്ചോളം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവർക്ക് അവരുടെ അടുത്തുള്ള ഇൻഡസ്ട്രീസ്, ലാക്സ് ഓഫ് ഫാക്ടറീസ്, ലാക്സ് ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ള രാജ്യമാണ്, ലാക്സ് ക്രോസ് ഉള്ള രാജ്യമാണ് ചൈന. അവർക്ക് വിത്തൗട്ട് ക്രൂഡ് ഓയിൽ വരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. സോ ഇതിന് മുന്നിൽ കൊണ്ടുവരായിരിക്കാം. സോ ഇപ്പോഴത്തെ ടഫ് ടൈമിൽ പല ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്സും പല മൾട്ടിബാഗർ സ്റ്റോക്സും വളരെ ചീപ്പ് ലെവലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതൊരു അവസരമാക്കി എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ചില സമയത്ത് ഇപ്പോൾ 1-2 മടങ്ങ് ഒരു റിട്ടേൺ കിട്ടുന്ന സാധ്യതയുള്ള പല സ്റ്റോക്സും ഉണ്ട്. ഞാനെപ്പോഴും പറഞ്ഞില്ല, ഡിവിഡൻഡ് ചെയ്യുന്ന നല്ല സ്റ്റോക്സിനെ ചീപ്പ് റേറ്റിൽ കിട്ടുമ്പോഴാണ് വാങ്ങേണ്ടത്. സോ ഇന്ന് ഞാൻ പറയുന്നത് IOC വചന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റോക്സ് ഈ ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 130-131.50 പ്രസൻറ്റ് പ്രൈസ്. 134 പ്രസൻറ്റ് പ്രൈസ് IOCൻ്റെ. ഇതിൽ നിന്നും താഴോട്ട് വരുമെന്ന് ചോദിച്ചാൽ താഴോട്ട് വന്നേക്കാം. ഇനിയും യുദ്ധം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും. കാരണം ഇന്നലെ $112 ക്രൂഡ് ഓയിൽ കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്ത റേറ്റിലേക്കാണ് ക്രൂഡ് ഓയിൽ പോയി. 100 രൂപ മേലെ നിന്നാൽ തന്നെ പ്രത്യേകിച്ചും OMC കമ്പനീസ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി, IOCL, BPCL, HPCL, ഇവരെ മൂന്നെണ്ണം എന്തായാലും ബാധിക്കും. പ്രത്യേകിച്ച് ഇലക്ഷൻ ആയതുകൊണ്ട് പെട്രോളിൻ്റെ പൈസ കൂട്ടുമില്ല. സോ പെട്രോളിൻ്റെ പൈസ കൂട്ടുന്നില്ല, അതേസമയം ക്രൂഡ് ഓയിൽ പൈസ കൂടി വരുവാണെങ്കിൽ എന്തായാലും ഇവരെ നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടിനെ IOCL, BPCL, HPCL ഒക്കെ ബാധിക്കും. സോ ഇനിയും ഡൗൺ സൈഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഓൾറെഡി വളരെ ചീപ്പിലാണ് സ്റ്റോക്ക് എടുക്കുന്നത്. 5 P ആണ് IOCൻ്റെ. ഇൻഡസ്ട്രിയൽ P 14 ആണ്.
ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ 218 ഉള്ള ഒരു കമ്പനിയാണ്. ബുക്ക് വാല്യൂ 140 രൂപയുള്ള കമ്പനിയാണ്. സോ ബുക്ക് വാല്യൂവിൻ്റെയും താഴെയാണ്, ഇൻട്രൻസിക് വാല്യൂവിൻ്റെയും താഴെയാണ്, പി റേഷ്യോയുടെ പകുതിയിലും താഴെ തരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ OMC കമ്പനികളിൽ ഒന്നായ IOC ട്രേഡ് ചെയ്യുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ 134 രൂപയിലുള്ള IOC ചെറിയ തോതിൽ 130 വാങ്ങി തുടങ്ങാം. 110, 100 ഒക്കെ വന്നാലും വാങ്ങിക്കൂട്ടാം. കാരണം IOC സ്റ്റോക്ക് ഒരു മിയർ OMC കമ്പനിയല്ല. ഇന്ന് നമ്മൾ IOC അറിയപ്പെടുന്നത് ഒരു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്, ജസ്റ്റ് ലൈക്ക് BPCL, HPCL. പക്ഷേ അതിനേക്കാൾ ഒരു പിടി മുന്നിലാണ് IOC. 2029, 2030 ആകുമ്പോൾ IOC ആയിരിക്കും HPCL, BPCL മേൽ നിൽക്കുന്ന ഒരു കമ്പനി. കാരണം അവർ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റിലേക്ക് ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞ കമ്പനിയാണ് IOC. റീസെൻ്റ്ലി ഉണ്ടായ ഡൽഹി ഓട്ടോ സമ്മിറ്റിൽ, ബിസിനസ് സമ്മിറ്റിൽ IOC അവരെ പ്ലാൻ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു. അത് കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം വ്യക്തമായിട്ടും ഗ്രീൻ ഹൈഡ്രജൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന വിധവും അത് പ്രൊഡക്ഷൻ്റെ വിധവും എങ്ങനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ ഹൈഡ്രജൻ മുഴുവൻ അതിനുശേഷം എക്സ്പോർട്ടിംഗ് കൂടി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യനെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് IOC തന്നെയായിരിക്കും നമ്പർ 1 കമ്പനി. അതിന് ശേഷം പല കമ്പനീസ് വരും. പക്ഷെ ഒരു പടി മുന്നിൽ ഓൾറെഡി എൻ്റർ ചെയ്തൊരു കമ്പനിയാണ് IOC. സോ നാളത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ കമ്പനീനെ നിങ്ങൾക്കിപ്പോൾ ഒരു ത്രോ അവേ പ്രൈസിലാണ് കിട്ടുന്നത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു റേഞ്ചിൽ 110 to 130 റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ട് ഓരോ മാസവും SIP സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വലിയൊരു MNC നാളത്തെ ഫ്യൂച്ചർ മൾട്ടിബാഗർ ഗ്രീൻ ഹൈഡ്രജൻ കമ്പനിയായി മാറിയേക്കാം. നമുക്ക് മസ്റ്റായിട്ടും ഫോസിൽ ഫ്യൂവൽ റിക്വയർമെൻറ്റ്സ് കുറച്ചേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന ഒരു സംഭവത്തേക്ക് ഇന്ത്യ മാറിയേ പറ്റൂ. ഇപ്പോൾ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ പറഞ്ഞാൽ പിന്നെ എലക്ട്രോളിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള പിന്നെ സോഴ്സസ് ഉപയോഗിച്ചിട്ട്, വിൻഡ് പവർ, സോളാർ പവർ ഒക്കെ ഉപയോഗിച്ചിട്ട് വാട്ടർ മോളിക്യൂളും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ഇലക്ട്രോളൈസിസ് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ഭാവിയിൽ നമുക്ക് ഡിപ്പെൻഡൻസി ഓൺ ക്രൂഡ് ഓയിലിനെ കുറയ്ക്കാനാണ് സാധിക്കും. ഇപ്പോഴത്തെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് എക്സ്പെൻസീവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മറുവശം നോക്കുകയാണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ അതേപറ്റി പഠിക്കുമ്പോൾ പണ്ട് സോളാർ നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു വന്നു. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്നാൽ എക്സ്പെൻസീവ് ആണ്, ഭാവിയിലേക്ക് ആ എക്സ്പെൻസ് കുറഞ്ഞു വരുമെന്നാണ് എക്സ്പേർട്സ് വിലയിരുത്തുന്നത്. സോ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജനിലാണ് നമ്മൾ ബച്ചേക്കുന്നത്. ഞാൻ ബച്ചേക്കുന്നത് ഗ്രീൻ ഹൈഡ്രജനിലാണ് IOCനെ വേറെ പല വശങ്ങൾ നോക്കുകയാണെങ്കിലും അവരൊരു പാനിപ്പട്ടിലാണ് റിഫൈനറി. 2027 ആകുമ്പോൾ പാനിപ്പട്ട് റിഫൈനറി ഫുൾ സ്വിങ്ങിൽ പ്രവർത്തനം ആരംഭിക്കുന്ന IOC പറഞ്ഞു. സോ 2027 വരെ നമുക്ക് ഈ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൂട്ടാം. കാരണം 12 രൂപ ഡിവിഡൻ്റാണ് ഇക്കൊല്ലം കിട്ടിയത്. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു 12 രൂപ ഡിവിഡൻ്റ്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് IOC. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഡിവിഡൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട്. 3 ലക്ഷം കോടി 2030 3 ലക്ഷം കോടിൻ്റെ ബിസിനസ് ടേൺ ഓവറാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോസസ് IOC കാണിക്കുന്നത്. IOC ക്ലിയർ ആയിട്ട് ഡൽഹി സമ്മിറ്റിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവർ എങ്ങനെയാണോ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന വിധവും പാനിപ്പട്ട് റിഫൈനറി പ്രവർത്തിക്കുന്ന വിധവും ഒക്കെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു. സോ പിന്നീട് ഇതെല്ലാ കാരണം കമ്മിയാ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ IOC പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 മുതൽ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കമ്പനിയാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടൊക്കെ സൂപ്പർ ആയിരുന്നു. ഇനി വരുന്ന റിസൾട്ടിന് സൂപ്പർ ആയിരിക്കും. പക്ഷേ അതിന് ശേഷം റിസൾട്ട് മോശം സാധ്യതയുണ്ട്. കാരണം ക്രൂഡ് ഓയിലിന് വില കൂടിയതുകൊണ്ട്. അവർ ഷിപ്പിംഗ് ജോയിന്റ് വെഞ്ചർ നടത്തിയിട്ടുണ്ട്, ഫ്ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്രോ കെമിക്കൽ എക്സ്പാൻഷൻ പ്രൊജക്ട്സ് 2025 കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 2026 അത് അവസാനിപ്പിക്കും. പിന്നെ 30 CBG പ്ലാന്റ് അക്രോസ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 30,000 മുതൽ 50,000 വരെ കോടിൻ്റെ കാപ്പക്സ് പ്ലാൻസ് ആണ് ഇതിന് വേണ്ടി എക്സ്പാൻഷൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഡിവിഡൻഡ് yield 12%, 2 rupees പെർ ഷെയർ ആണ് ഡിവിഡൻഡ് yield ഓരോ കൊല്ലം കൊടുക്കുന്നത്. പിന്നെ 2040 ആകുമ്പോഴേക്ക് $1 trillion റവന്യൂ ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൈ പെട്രോസ്കി സ്കോർ 7 ഉള്ള കമ്പനിയാണ്. പിന്നെ സോൾട്ട് പറയുകയാണെങ്കിൽ 30 രൂപ EPS-ലുള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള, അത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആവറേജ് PE റേഷ്യോ ഒരു 6 താഴെയുള്ള
ഒരു ഗ്രീൻ ഹൈഡ്രജൻ്റെ ഫ്യൂവലായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ സെറ്റപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അതിന് സജ്ജമായി റെഡിയായി നിൽക്കുന്ന ഒരു വലിയ ഇന്ത്യയിലെ ലാർജസ്റ്റ് OMC കമ്പനിയാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത്. ദ പ്രസന്റ് പ്രൈസ് 134. ഇനിയും ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം യുദ്ധം അവസാനിക്കുന്ന വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റേറ്റിൽ വാങ്ങാനുള്ള അവസരം കിട്ടും. 125 to 132 റേഞ്ച്, 125 to 132 റേഞ്ച് നിങ്ങൾ എക്യുമുലേഷൻ സ്റ്റേജ് താഴോട്ട് വന്നാലൊക്കെ ആവറേജ് ചെയ്യുക. ഇയർ ഹൈ 189, അത് റീസെൻ്റ്ലി പോയതാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് 137 140ലാണ്. അതിനുശേഷം അത് 189 ഹൈ കാണിച്ച്, 189 ഹൈ ആണ് 45% എപ്രിസിയേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. സോ ലാസ്റ്റ് വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി 45% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പി റേഷ്യോ 5.3 അഗേൻസ്റ്റ് ഇൻഡസ്ട്രി P 14.4, ഡെപ്റ്റ് ഇക്വിറ്റി 0.74, ഫേസ് വാല്യൂ 10, ഇൻട്രിൻസിക് വാല്യൂ 218, ബുക്ക് വാല്യൂ 140. ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ തൊന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ മൾട്ടിബാഗ് സെക്ടർ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.